പീതാംബരൻ ചേട്ടാ, അത് രാവിലെ ഒരു കൂട്ടലും കുറയ്ക്കലും പേരൊന്ന് ശരിക്കും വെളുത്തിട്ട് പോരെ, അല്ലെങ്കിൽ ആകെ തെറ്റിപ്പോവും. അങ്ങനെയൊന്നും തെറ്റില്ല മോളെ. ഇന്നും ഇന്നലെയും തുടങ്ങിയതാണോ ഈ കൂട്ടലും കുറയ്ക്കലും? എന്നാൽ ഇനിയൊന്ന് സൂക്ഷിക്കണം. പഴയ പോലത്തെ കണ്ടീഷൻ ഉണ്ടോ ഈ വണ്ടിക്ക്? പിന്നെ എത്ര പഴകിയാലും ഈ വണ്ടിയുടെ കണ്ടീഷൻ കുറയില്ല മോളെ. ഓ, ഈ ചേട്ടനോട് മാത്രം പറഞ്ഞു ജയിക്കാൻ എനിക്കാവില്ല. ആട്ടെ, എത്ര വേണം? ഒരു മുഴ മതിയോ? ഒരു മുഴവും കുറച്ചധികമായാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഇന്നിന് വേണ്ട. ഞാൻ വണ്ടി പെരിയാറിലെ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചു. ആ, അതങ്ങനെയാ. ഈ വർത്താനം മാത്രമേ ചേട്ടനുള്ളൂ. കാര്യത്തോട് അടുക്കുമ്പോ ഈ കനോമേനെ അങ്ങ് മറക്കും. കനകം, അത് മാത്രം നീ പറയരുത്. മറന്നതല്ല, രാവിലെ ഇങ്ങോട്ട് വരുമെന്ന് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. രാജപ്പ മുതലാളിയുടെ ഓട്ടം ഉണ്ടായിരുന്നു, അത് ക്യാൻസൽ ചെയ്തു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ആർക്കറിയാം ഈ പറയണൊക്കെ നേരാണോ എന്ന്? ഈ പെണ്ണിന്റെ ഒരു കാര്യം ചങ്കെടുത്ത് കാണിച്ചാലും വിശ്വസിക്കൂല. എന്തായാലും ഒരു മുഴം തന്നിട്ട് പോ. ഇനി നിന്റെ പഴക്കം വേണ്ട. പീതാംബരേട്ടാ, വരട്ടെ. അല്ല, പുതിയ ആളുകളാണല്ലേ? എവിടെ വീട്? കുറച്ച് ദൂരെയാ. ഇനി ഇവിടെ കുറച്ചു ദിവസം ഉണ്ടാവോ? ഓ, വണ്ടി തൂക്കാൻ പൂ എന്നും എന്റെ കയ്യിൽ നിന്ന് വാങ്ങണേ. ദാ ആ കാണുന്നതാ എന്റെ വീട്. എന്താവശ്യം ഉണ്ടെങ്കിലും അങ്ങോട്ട് വരാൻ മടിക്കില്ലേ? ഒരു മുഴുവൻ പോരെ? മതി. പൈസ പൈസയൊന്നും വേണ്ടെന്നേ. ആരാ പൈസ ചോദിച്ചത്? എല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് വാങ്ങിച്ചോളാം. ചിന്ന ചിന്ന ആസൈ. ആശാനെ, പുതിയ പാർട്ടികളാ, അറിഞ്ഞോണ്ടാവില്ല. ഇന്ന് അറിയാതെ ചെയ്യാൻ നാളെ അറിഞ്ഞോണ്ട് ചെയ്യാൻ തോന്നും. എത്ര നേരം കഴിയുന്നുണ്ട്? എന്റെ അപ്പന് സ്ത്രീധനം കിട്ടിയ സ്ഥലമാണോടാ വണ്ടി കയറ്റി പാർക്ക് ചെയ്യാനായിട്ട്? എന്താണ് നീയാണോടാ ഈ വണ്ടി ഡ്രൈവർ? അതെ. ആരോട് ചോദിച്ചിട്ടാ നീ വണ്ടി ഇവിടെ ഇട്ടത്? ആശാനെ, മറ്റുള്ളവരുടെ വണ്ടി കിടക്കുന്നുണ്ടപ്പോ മറ്റുള്ളവർ ചെയ്യണതൊക്കെ ചെയ്യാൻ തോന്നണ ഒരു നല്ല ശീലമല്ലല്ലോ മോനെ. ക്ഷമിക്കണം ആശാനെ, അറിയാതെ ചെയ്തതാ. ആശാൻ പറയുന്ന പോലെ ചെയ്തോളാം. എടാ, ഇത് ഒറ്റപ്പാറ കവലയാ. ഇവിടെ കുറെ വൃത്തികെട്ട നിയമങ്ങളുണ്ട്, അതെല്ലാവരും അനുസരിക്കണം. നീ പുതിയ ആളായതുകൊണ്ട് തൽക്കാലം നിന്നെ വെറുതെ വിടുന്നു. മേലാൽ ഇത് ആവർത്തിക്കരുത്. ആ വണ്ടി എടുത്ത് വിളിക്കടാ. ശരി ആശാൻ. തന്നോട് ഇനി പ്രത്യേകിച്ച് പറയണോ? വേണ്ടേ. എന്താ ചേട്ടാ വേണ്ടത്? നല്ല കടുപ്പത്തിൽ ഒരു ചായ തരാൻ പറയണ. ഓ, ഇയാളോടാ പട്ടി ചായ കൊണ്ടിരുന്നത്? എനിക്കാണെന്ന് പറഞ്ഞില്ലേ? തങ്കപ്പ, നിന്റെ കളി എന്റെ അടുത്ത് വേണ്ട. നീ എന്ത് ചെയ്യണേ? നാക്കിട്ടലക്കാതെ നീ ഇവനൊന്ന് തൊട്ട് നോക്ക്, അപ്പ കാണാം. തൊട്ടാ നീ അണ്ണാക്കി കയറ്റിയോടി കഴിവറട മോളെ. ചേറ്റേ, നിന്റെ മറ്റേ സംസാരം എന്റെ അടുത്ത് വേണ്ട. അത് നിന്റെ മറ്റുള്ളമാരോട് മതി. ഇവിടെ നിന്ന് ആളാവാൻ നോക്കിയാലേ നിന്റെ ഉപ്പേരി ഞാൻ ചെത്തിയെടുക്കും. നിനക്കറിയില്ല എന്നെ. എന്നാ അറിയിക്കടി, നിന്നെ ഒന്ന് അറിയണമെന്ന് കൊറേ നാളായി ഞാൻ വിചാരിക്കണു. ഇനി ഇവിടെ നിന്ന് ചെറ്റവർത്താനം പറഞ്ഞാലുണ്ടല്ലോ,
വെട്ടി കൊടലി ഞാൻ പുറത്തെടുക്കും. എന്നാ എടുക്കടി പുല്ല്, എടുക്കടി. വേണ്ട സാറേ, വെറുതെ പ്രശ്നം നീ ഉണ്ടാക്കണ്ട. വിടറാ. വരുന്നേ. ഇവളുടെ അഹങ്കാരം ഇന്ന് തന്നെ എനിക്ക് തീർക്കണം. വിടറാ. നീ പോ തങ്കപ്പ, പോയി തരക്കാരുടെ അടുത്ത് കളിക്കും. സുഗന്ധിയുടെ അടുത്ത് കളിക്കാൻ നോക്കി വെറുതെ ഉള്ള ചീത്തപ്പേര് കളയണ്ട. വേണ്ട, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. വരുന്നേ. വിടറാ. വിടാനല്ലേ സാറേ, പറഞ്ഞത്? വേണ്ടതേ. കേറ്, കേറ്. നീ പറഞ്ഞത് കൊണ്ട് ഞാനിന്ന് അവളെ ഇന്ന് ശരിയാക്കും. മനസ്സിലൊരു ഗാനം. ഓ എടി മോളെ വിശന്നു പോയടി. എടാ നീ പേടിക്കണ്ട, നിനക്ക് ഔഷധമുള്ള ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. യ്യോ, അവൾ ഈ നാടിന് ചീത്തപ്പേരുണ്ടാക്കി അടങ്ങുള്ളെന്ന് എനിക്ക് തോന്നണേ. ഈശ്വരാ. നിന്നെ പോലെ നല്ല പേരുണ്ടാക്കാൻ എല്ലാവർക്കും കഴിയോ കനകമ്മേ? നിങ്ങളെന്താ ഉള്ളിൽ വെച്ച് സംസാരിക്കുന്നേ? ഉള്ളിൽ വെച്ചാ പിന്നെന്ത് സംസാരം, പിന്നെ അങ്ങ് പ്രവർത്തിയില്ലേ? ദേ മനുഷ്യ, ഞാൻ ആനക്കാര്യം പറയുമ്പോ നിങ്ങൾ ചേനക്കാര്യം പറയാണ്ട് ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഞാൻ എന്ത് മറുപടിയാ പറയണത് കനകമ്മേ? അപ്പുറത്തെ വീട്ടിലെ ആ ഉരുമ്പെട്ടോളില്ലേ, സുഗന്ധി. ഓ, എന്നതാ അവക്കടെ ഒരു സുഗന്ധം. നീ കുശുമ്പ് പോലെ കാര്യം പറയണമ്മേ. നിങ്ങൾ കേട്ടില്ലേ അപ്പുറത്തെ ബഹളം? ഇല്ല. ഇതിനെ ഇങ്ങനെ മൂപ്പിച്ചിരുന്ന നിങ്ങൾ എന്ത് കേൾക്കാനാ? വെറുതെ അല്ല നാട്ടുകാരൊക്കെ മൂരിക്കേശവാന്ന് വിളിക്കുന്നത്. എടി, നമ്മുടെ ഈ ജില്ലയില് 24 മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കണ ചവിട്ടുമൂരി ഷാപ്പ് ആരുടെയാ? എന്റെയാ. നാട്ടിലെ കന്നുകാലികളുടെ ഒക്കെ പ്രശ്നം 24 മണിക്കൂറും നിങ്ങൾ തീർത്തു കൊടുക്കും. എന്നാൽ എന്റെ കാര്യം ഗോപി ദേ എന്നെ കൊണ്ടൊന്ന് പറയിക്കരുത്. അല്ല, സുഗന്ധി ആരുമായിട്ട് വഴക്കുണ്ടാക്കിയ നീ പറഞ്ഞേ? അതെ, നിങ്ങളുടെ അപ്പൻ കാളപ്പരമ്പനുമായിട്ട്. എന്റെ മക്കള് അവള് പറഞ്ഞ ഒന്നും കാര്യമായിട്ട് എടുക്കണ്ട. നിങ്ങളുടെ എന്ത് ആവശ്യത്തിനും ഞാനുണ്ട്. മോനെ, ഇന്ന് തരുണീ മണികള് 1ഉം 2ഉം അല്ല 9 എണ്ണമാ വരാൻ പോണേ. അതുകൊണ്ടൊരു കുറവും ഉണ്ടാകാൻ ഈ കേശവൻ സമ്മതിക്കുകയല്ല. എന്നാ നോക്കി നിൽക്കുവാടി? ഞാൻ വെറുതെ കല്യാണപ്രായമായ പെൺപിള്ളേര് കാണേണ്ട കാഴ്ചയല്ലേ ഇത്? പൊടി പോൻ. ഇതാ തങ്കപ്പന്റെ ജീവിതത്തിലെ ആദ്യത്തെ സംഭവമാണ് അത്. എനിക്കെതിരെ ഒരാൾ സംസാരിക്കുക, അത് ഒരു പെണ്ണ്. അടിച്ചവളുടെ അണപ്പല്ല് ഞാൻ തെറിപ്പിച്ചേനെ. നീ ഒറ്റ ഒരുത്തം കാണാതെ ചെയ്യാൻ പറ്റാണ്ട് വന്നേ, വൃത്തികെട്ടവൻ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നീ എന്റെ വണ്ടിയുടെ കിളിയോ അതോ എനിക്ക് മനക്കേട് ഉണ്ടാക്കാൻ കൂടിയേക്കണം വെള്ളപ്പിശാലോ? ഒരു സാധാരണ ചായക്കടക്കാരി സ്ത്രീയെ തല്ലിച്ചേച്ചാ എന്ത് മാനം കിട്ടുന്ന ആശാൻ പറയണേ. ഇന്ന് അവളെന്റെ കയ്യക്കറി പിടിച്ചില്ലേ, എന്നെ നേരെ കത്തിയെടുത്തില്ലേ? എടാ, ഒറ്റപ്പാറ ജംഗ്ഷനിലെ ആളുകളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? നീ എന്നെ കയറി പിടിച്ചില്ലായിരുന്നെങ്കിൽ അവരുടെ കൊടനെ ഞാൻ പറിച്ചെടുത്തേനെ. ഒരു സാധു സ്ത്രീയല്ലേ അവര്, ജീവിക്കാൻ വേണ്ടി എപ്പോഴാ അവർ പെടുന്നേ? സഹായിക്കാൻ പോലും ആരുമില്ല. എന്റെ ഉപ്പും ചോറും തിന്നിട്ട് അവളുടെ മഹത്വം പറയണോ? കൊന്നാളെ ഞാൻ കൊന്നു എന്നാലും ഒരു കൂട്ടം എനിക്ക് എന്നെ കിട്ടില്ല. വേണ്ടടാ, എനിക്കൊരു പുല്ലന്റെ മോന്റെയും കൂട്ട് വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് ചോദിച്ചോളാം. തല്ലുമ്പോഴും കൊല്ലുമ്പോഴും എന്നെ ഒരു നാറി കയറി പിടിക്കില്ല. എന്റെ കൺമുമ്പിൽ വെച്ചാണ് ഞാൻ ഇനിയും ചോദിക്കും. നിവർന്നു നിൽക്കാൻ നിനക്കെന്ന് കെൽപ്പുണ്ടെങ്കിലല്ലേ വളർത്തിയ കൈകൊണ്ട് തന്നെ നിന്നെ പിഴുതെടുക്കാനും എനിക്കറിയാം.
ശരിക്കും അറിയില്ല. ചന്ദ്രു 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 ఏంటికి చంద్రు చంద్రు പിടിച്ചു പതുക്കെ ഇവിടെ കിടന്നു. ഞാൻ ചൂടുവെള്ളം കൊണ്ടുവരാം. ചേച്ചി ചായ കുടിക്കാൻ ആള് വന്നിരിക്കണോ? എടുത്തു കൊടറാ, ഞാനിതാ വരുന്നു.
എന്താ ചന്ദ്രു? ഏയ് ഒന്നുമില്ല. പിന്നെ ദേ ഈ തിരികൾ കൊണ്ടുപോയി ആ വിളക്കിലിട്. ഉം. ദാ. ഏയ് എന്താ? ഒന്നുമില്ല. ഉം. ഇതുവരെ ശരിയാക്കില്ലേ ചന്ദ്രു? ദാ കത്തിച്ചു കഴിഞ്ഞു. ഒരു കാര്യം ചെയ്യേ, ഇങ്ങോട്ട് വാ, നമുക്കിവിടെ തൂക്കാം. അതിനതാ ഞാൻ തൂക്കാം. ഈ സ്റ്റൂളിലൊന്ന് പിടിക്കണേ. ആദാമിന്റെ കാലത്തുള്ളതാ. ഉം. ആശാനെ ഇത് ടൈറ്റ് ആവുന്നില്ലല്ലോ. അതെ അതെ, സഹാവ് പറയുന്നതിലും കാര്യമുണ്ട്. റഷ്യയിൽ മാത്രമല്ലടോ, ഇവിടെയും പിരിവിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അത് പിന്നെ പറയണ്ട. പിന്നല്ലാതെ ബലമായിട്ട് പിടിക്കണം. ഇപ്പോഴാ ബുദ്ധി വന്നത്. ഹലോ, എന്താ വേണ്ടത്? പലതും വേണം. ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ആരും ഇല്ലേ? ആദ്യം അവരെ വിളി. നോക്കി പേടിപ്പിക്കണ്ട. പ്രായപൂർത്തിയായ ആരെങ്കിലും വിളിക്കടാ കൊച്ചിനെ. നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ട എന്താണെന്ന് വെച്ചാ പറ, എന്നിട്ട് വേറെ ആളെ വിളിക്കണമെന്ന് ആലോചിക്കാം. നീ ആള് കൊള്ളാമല്ലോ. എന്താ ഇവിടെ കഴിക്കാനുള്ളത്? ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, ന്യൂഡിൽസ്, ഫ്രൈഡ് റൈസ്, ചിക്കൻ ബലാവോ, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി. നിർത്ത. എന്റെ അമ്മോ, എന്തൊരു പുരോഗമനം! എനിക്ക് വിശ്വസിക്കാനേ കഴിയണില്ല. ഇതിനൊക്കെ എവിടുന്നടാ വരുമാനം? പറഞ്ഞു തീർന്നില്ല. ഇനിയുണ്ടോ? കേക്കട്ടെ. ഈ പറഞ്ഞ ഒന്നും ഇവിടെ ഇല്ല. തൽക്കാലം നല്ല പുട്ടും കടലയും തരാം. നിന്നെ ഞാൻ ചെന്ന് ചിക്കൻ റെഡിയായി നോക്കടാ. ചിക്കൻ ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഉണ്ടാവും. അത് കഴിക്കാൻ ആളെത്തിയിട്ടുണ്ടെന്ന് പറ. ചിക്കൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ചെറിയ വായില് വലിയ വർത്താനങ്ങൾ പറയാണ്ട് പറഞ്ഞതനുസരിക്കും മോനെ. ചെല്ലടാ, എടാ ചെല്ലാൻ. ഓരോന്ന് കുറ്റിയും പറിച്ചോണ്ട് വരൂ. ചേച്ചി, അപ്പുറത്തൊരാള് പ്രശ്നം ഉണ്ടാക്കണം. ആരാടാ അത്? അയ്യോ, അതൊന്നും വേണ്ടി വരില്ല. ഒരു പെങ്കൊച്ചാ പ്രശ്നം ഉണ്ടാക്കുന്നേ. അവൾക്ക് ചിക്കൻ തന്നെ വേണോന്ന്. ഓഹോ, നീ ചെന്ന് കോഴിയെ കൊണ്ടുവന്നിട്ടുണ്ടോന്ന് ചോദിക്കാളോട്. എന്നിട്ട് ചിക്കൻ കൊടുക്കാം. നിങ്ങൾ കോഴി കൊണ്ടുവന്നിട്ടുണ്ടോ ചോദിച്ചു. കോഴിയോ? എന്ത് കോഴി? ഏതായാലും കുഴപ്പമില്ല. പൂവനോ പിടയോ ഏത് വേണമെങ്കിലും ശരിയാക്കി തരും. ആര്? ചേച്ചി. നിന്റെ ചേച്ചിയാ? നിങ്ങൾ ഇതൊക്കെ എന്തിനാ അറിയണേ? അവരൊന്ന് കാണാൻ പറ്റുമോ? ആരെ? ഈ പറഞ്ഞ ചേച്ചി. നോക്കാം. നോക്കാന്നോ? എന്താ ഇഷ്ടപ്പെട്ടില്ലേ? പോയിട്ട് ഉച്ചക്ക് വാ. മാറുന്ന അവിടുന്ന്. ഇവിടെ ചിക്കൻ ആക്കൂ. ഹലോ. ആഹാ, എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? സുഖം തന്നെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏതാ കുട്ടി പിശാച്? എന്റെ സഹായത്തിന് നിർത്തിയതാ. ഓ, നീ കണ്ടിട്ടില്ലല്ലേ? എങ്ങനെയുണ്ട് ആള്? അവന് ഞാൻ വെച്ചിട്ടുണ്ട്. ഡിങ്കൻ. ഛേ, എന്താ പെണ്ണെ, നിന്റെ തരാ അവൻ? കൊച്ചുകുട്ടിയല്ലേ? എന്ന് വീട്ടിലേക്ക് ചെല്ലേ. ഞാൻ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വരാം. എന്നിട്ട് വേണം നിന്റെ കോളേജിലെ വിശേഷങ്ങളൊക്കെ എനിക്കറിയാം. ചെല്ലു മോളെ. ഓക്കേ.
എന്താ മോളെ? ദാ, അവിടെ ഒരു കള്ളൻ. കള്ളനോ? നിനക്ക് തോന്നിയതാവും. അല്ല, ഞാൻ ശരിക്കും കണ്ടു. നമ്മുടെ വീട്ടിൽ കയറാൻ ധൈര്യമുള്ള കള്ളനോ? അത് വെറുതെയാ. അല്ല, ചേച്ചി വാ, ചേച്ചി വന്ന് നോക്കിക്കേ. വാ. ആഹാ, ഇതാണോ കള്ളൻ? ചന്ദ്രു, നീ ഇവളെ പേടിപ്പിച്ചോ? ഇല്ല, എന്നെ പേടിപ്പിച്ചേ. നിന്നെ ഈ രൂപത്തിൽ കണ്ട ആരാ പേടിക്കാത്തത്? ചെന്ന് തുണി എടുത്തു കൊടുക്കടി പെണ്ണെ. ആ, ഇതേ ചന്ദ്രു, ബാക്കി നീ തുണി ഉടുത്ത് വന്നിട്ട് പറയാം. പോ. ചന്ദ്രു പേടിച്ചു പോയി കാണുമല്ലേ? എന്ത് കണ്ടാലും പേടിക്കരുത് ചന്ദ്രു, ധൈര്യമായിട്ട് നിൽക്കണം. അതാരാ ചേച്ചി? ഇന്നൊരു വിശേഷം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവളെ പറ്റിയാണ്. എന്റെ അനിയത്തി രാഖി കോളേജിലാ. ഇങ്ങനെ വല്ലപ്പോഴും അവധിക്ക് വരും. തിരിച്ചു പോന്നവരെ ചന്ദ്ര ഇവൾക്കൊരു കൂട്ടാവണേ. ലേശം കുസൃതി ഉണ്ടെന്നേ ഉള്ളൂ. പാവാ. അയ്യോ, ചിക്കൻ വെന്ത് കാണും. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഈ ചിക്കൻ കഴിക്കാൻ വേണ്ടിയാ അവള് വല്ലപ്പോഴും ഇവിടെ വരുന്നത്. എടി, എന്തോന്നടി ഏത് നേരം ആ വീട്ടിലോട്ട് നോക്കിയിരിക്കുന്നത്? അവിടെ കാണിക്കുന്നതൊക്കെ കണ്ടുപിടിക്കാനാണോ? കണ്ടുപഠിക്കാൻ മാത്രം എന്താ അവിടെ ഉള്ളത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. എടി, ആ ഇളയ കാന്താരി കോളേജിൽ നിന്ന് വന്നിട്ടില്ലേ? അവളുടെ സ്വഭാവ ഗുണം വെച്ച് ആ ചെറുക്കന് ഒരു വഴിയാകും. ഇവള് കാരണം ചേട്ടത്തിക്ക് വല്ലതും നടക്കുവോ? അതുകൊണ്ട് അവൾ കിളയതിനോട് കുശുമ്പ് തുടങ്ങും. സ്വന്തം സ്വഭാവം ലോകത്തെല്ലാവർക്കും ഉണ്ടെന്നാണോ ചേച്ചിയുടെ ഒരു വിചാരം? എന്റെ സ്വഭാവത്തിന് എന്താ കുറ്റം? ഒന്നുമില്ല, വളരെ തങ്കപ്പെട്ട സ്വഭാവം തന്നെ. എന്താടി, തങ്കപ്പെട്ടത് തന്നെയാ. നിനക്ക് സംശയമുണ്ടോ? എനിക്കൊരു സംശയമില്ല. ദിവസവും ഞാൻ കാണുന്നതല്ലേ. എന്തോന്ന് കണ്ടോന്നാ? വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഇതുപോലൊരു ഭർത്താവിന്റെ എന്റെ ചേച്ചിക്ക് കിട്ടിയത് ഭാഗ്യം തന്നെ. എന്താടി അങ്ങേർക്കൊരു കുറവ്? കുറവുണ്ടെന്ന് ആര് പറഞ്ഞു? കൂടുതലല്ലേ ഉള്ളൂ. പക്ഷേ ഭാര്യയെ പേടിക്കുന്ന കാര്യത്തിലാണെന്ന് മാത്രം. പേടിക്കണോടി. ചില കാര്യങ്ങളില് ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ ഇത്തിരി പേടി വേണം. ചില കാര്യങ്ങളിൽ പേടിക്കണത് നല്ലതാ. ഇവിടെ എല്ലാ കാര്യത്തിലും കേശവൻ ചേട്ടന് ചേച്ചിയെ പേടിയാ. 24 മണിക്കൂറും മൂരിയുടെ വായിലോട്ട് കയ്യും തള്ളിയിരിക്കുന്നില്ല എനിക്ക് പരാതി. ഞാൻ പരാതി തീർക്കണത് കഴിഞ്ഞ ദിവസം കണ്ടു. നീ എന്ത് കണ്ടു നീ പറയണേ? എല്ലാം കണ്ടു. രാഗി ഇതുവരെ എഴുന്നേറ്റില്ലെന്ന് തോന്നുന്നു. നീ ചെന്ന് എഴുന്നേക്കാൻ പറ ചന്ദ്രു. ഇഷ്ടാവോ? എന്നെ കണ്ട് ഭയന്നല്ലേ? ഓ, അതൊന്നും സാരമില്ല. അത് അവൾ അപ്പൊ തന്നെ മറന്നു കാണും. നീ ചെല്ല്. അവളെ നീ വിളിച്ചില്ലേ? എന്താ, അവൾ എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഇല്ല. പിന്നെന്താ വിളിക്കാതെ പോന്നത്? ഏയ് ഒന്നുമില്ല. സത്യം പറ, അവളൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? ഇല്ല, സത്യം. എന്ന് ഞാനൊന്ന് നോക്കട്ടെ. പെണ്ണെ, എഴുന്നേക്കന്ന്. കുറച്ചു നേരം കൂടി പ്ലീസ്. മതി, കുളിച്ചിട്ട് വാ. എഴുന്നേക്ക്, അമ്പലത്തിൽ പോണം. പിന്നെ നിന്റെ ഈ നടപ്പും കിടപ്പൊക്കെ ഒന്ന് സൂക്ഷിക്കണം. ഇവിടെ ഒരു പ്രായപൂർത്തിയായ ചെക്കനും താമസമുണ്ട്. പ്രായപൂർത്തിയായ ചെറുക്കനുണ്ടെന്ന് കരുതി കെട്ടിയും പൊട്ടിയും ജീവിക്കാൻ എനിക്ക് വയ്യ. കണ്ണും കാതും പൊട്ടി ജീവിച്ച അവന് കൊള്ളാം. രാഗി, രാഗി അമ്പലത്തിൽ പോയതാ? കണ്ടിട്ട് എന്ത് തോന്നണു? എന്ത് തോന്ന? ഞാൻ വെറുതെ. പിന്നെ വെറുതെ എന്തിനാ ഓരോ ചോദ്യങ്ങള്? ചോദിക്കാതെ കാര്യം നടക്കും. ചോദിക്കാതെ നടക്കുന്ന കാര്യങ്ങളും ഉണ്ടല്ലോ. രാഖിയുടെ അഭിപ്രായത്തില് ചോദിക്കാതെ നടക്കുന്ന 1-2 കാര്യങ്ങൾ പറഞ്ഞ് കേക്കട്ടെ. അതിപ്പോ വെറുതെ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിച്ച് സമയം കളയേണ്ട പെണ്ണെ. എന്തും നമ്മൾ ആവശ്യപ്പെട്ടെങ്കിലേ നടക്കൂ. എന്നും സൂര്യൻ ഉദിക്കുന്നത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടാണോ? മഞ്ഞും മഴയും വെയിലും ഒക്കെ നമ്മൾ ചോദിക്കും പോലെയാണ് കിട്ടണേ. പറഞ്ഞു ജയിക്കാൻ വേണ്ടി മഞ്ഞിനെയും മഴേനെയും എന്തിനാ കൂട്ടുപിടിക്കുന്നേ? മനുഷ്യരുടെ കാര്യങ്ങളിലേക്ക് വാ. ഇപ്പൊ എന്നെ കണ്ടപ്പോ ചന്ദ്ര സൈക്കിൾ നിർത്തി ഞാൻ പറഞ്ഞിട്ടാണോ? അല്ല. പിന്നെ നമ്മൾ പരിചയക്കാരല്ലേ, അതുകൊണ്ട് നിർത്തിയതാ. ആ,
അപ്പൊ നമ്മൾ ചോദിക്കാൻ തന്നെ പല കാര്യങ്ങളും നടക്കുന്നുണ്ടെന്ന് സമ്മതിച്ചേ. സമ്മതിച്ചു. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇന്ന് ഈ സൈക്കിളിൽ ഒന്ന് കയറ്റും. അതിനെന്താ, കേറിക്കോ. രാജിക്ക് സൈക്കിൾ ചവിട്ടറിയില്ലേ? പിന്നെ ആരാ അതൊക്കെ പഠിപ്പിക്കുന്നേ? പഠിക്കണമെന്നുണ്ടോ? പിന്നില്ലേ. എന്നാ ഞാൻ പഠിപ്പിച്ചുതരാം. താങ്ക് യു ചന്ദ്രു. ഇപ്രാവശ്യം കോളേജ് തുറന്നിരുമ്പോ എനിക്കൊന്ന് ഷൈൻ ചെയ്യണം. എന്നെ പഠിപ്പിക്കണേ. തീർച്ചയായും. എന്താണ് ചന്ദ്രു? എന്റെ ആശാന, നീ പോയിക്കോ, ഞാൻ വന്നേക്കാം. ഏതാടാ ആ പെണ്ണ്? അവിടുത്തെ ഇളയ കൊച്ച. അങ്ങനെ കൊച്ചൊന്നുമല്ല. അതിരിക്കട്ടെ, നീ ചായക്കട തന്നെ നിൽക്കാൻ തീരുമാനിച്ചോ? നീ വണ്ടി പഠിക്കില്ലേ? തീരുമാനിച്ചിട്ടില്ല. എടാ, ആശാരി ശിഷ്യനൊക്കെ ആകുമ്പോ തല്ലീന്ന് കൊട്ടിന്ന് നോക്കി ഇരിക്കും. അങ്ങനെ വഴക്കിട്ട് പോവാൻ നോക്കിയാ അതിന് നേരം കാണും. നോക്കിയേ, നിനക്ക് പകരം ഞാൻ ഇതുവരെ ഒരു കിളി എടുത്തിട്ടില്ല. നിന്നെ ഹെവി ഡ്രൈവറാക്കി ലോറി നിന്നെ ഏൽപ്പിക്കണമെന്നാ ഞാൻ വിചാരിച്ചേക്കണേ. അവള് നിനക്ക് എന്തെങ്കിലും കൂലി തരുവോടാ? ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും ഉണ്ടാവില്ല. നീ അതൊക്കെ വിട്ട് എന്റെ കൂടെ പോര്. നിന്നോട് എനിക്കിപ്പോഴും സ്നേഹക്കുറവൊന്നുമില്ല കേട്ടോ. നടക്കു മക്കളെ, ശരീരം ചീത്തയാക്കാതെ നടക്ക. അയ്യോ, എന്തിനാ ഇതിനെ മാത്രമാക്കിയത്? ആ വലിയ മൂരയും കൂടി കൊണ്ടുവരായിരുന്നില്ലേ? ഈ സാധനത്തിനും ചുമന്നുകൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ മാറ്റിനെയും കണ്ടിട്ട് പോരായിരുന്നു. മാറ്റിനി കാണുന്നതിനെന്താ, നീ നമുക്ക് എവിടെയെങ്കിലും കെട്ടിയിടാ. എവിടെ? സിനിമ കൊട്ടയ്ക്കകത്തോ? അല്ല, പുറത്തെവിടെങ്കിലും കെട്ടിയിടാ സ്ഥലം ഉണ്ടാവൂലേ? ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. തൽക്കാലം ഈ കയറ് സ്വന്തം കഴുത്തിലോട്ട് കെട്ടിക്കും. പതുക്കെ പതുക്കെ ബ്രേക്ക് പിടിച്ചു. പതുക്കെ പോ മോളെ, പതുക്കെ പറഞ്ഞ കേക്ക്. പേടിക്കണ്ട മോളെ. എങ്ങോട്ടാ മൂന്നാളും കൂടി? ഇവളെ ഒന്ന് ഡാക്ടറെ കാണിക്കാൻ. ഇവള് വലിയ പ്രശ്നക്കാരിയാ. ഞങ്ങള് ചിലപ്പോ മാറ്റിനെയും കണ്ടിട്ടേ വരൂ. വരട്ടെ. അതെ, എന്താ? എന്ത് വേണം? വണ്ടിയിലിടുന്ന പൂമാല വാങ്ങിച്ചില്ല. അതിന് ചേച്ചി ഇവിടെ ഇല്ല. അനിയത്തി തന്നാലും കുഴപ്പമില്ല. എന്ത് പൂമാലേ? അതിങ്ങി എടുത്തു തന്നാ ഞാൻ പോയേക്കാം. എനിക്കറിയില്ല മാലയും വിള എവിടെയാണെന്ന്. മോള് ദേഷ്യപ്പെടല്ലേ, എനിക്ക് ഗൂഡല്ലൂർക്ക് ഓട്ടമുള്ളതാ. ഈശ്വരന്റെ മുന്നിൽ മാല ചാർത്താതെ എങ്ങനെയാ വണ്ടി എടുക്കണേ? ഒന്ന് എടുത്തതാ മോളെ, അകത്ത് കാണും. ഇതൊരു ശല്യായല്ലോ. ഇനിയാണെങ്കിൽ വെട്ടി കീറി ഞാൻ. പോകാൻ പോകാൻ പറഞ്ഞേ.
ഒരു അന്തം ഇല്ലാതെ നോക്കിന്നാ പിന്നെ എങ്ങനെ ആരെങ്കിലും വന്നാ അറിയുന്നേ? രാഗി, എന്താ ചേച്ചി? എന്തിനാ ഇത്? നീ ഇന്ന് തന്നെ ഹോസ്റ്റലിലേക്ക് മടങ്ങുന്നു. എന്റെ ലീവ് തീർന്നില്ലല്ലോ. സാരമില്ല, നീ മടങ്ങിയേ പറ്റൂ. ഓ, ഇന്നലെ പറഞ്ഞ പോലെ ചേച്ചിയുടെ സംശയ രോഗം മതി, ഒരക്ഷരം വേണ്ടി പോകരുത്.
പിന്നെന്താ ചേച്ചി ഇതിന്റെ അർത്ഥം? ഒന്നും എന്നെ കൊണ്ട് പറയിക്കണ്ട. മടങ്ങി പോയേ പറ്റൂ. 9:30 വണ്ടിക്ക് പോയാ ഹോസ്റ്റലിന് മുമ്പിൽ ഇറങ്ങാം. രാഗി, രാഗി, രാഗി. എന്താ രാഗി, ഒരു വാക്ക് പോലും പറയാതെ പോവാണോ? അതെ, ചേച്ചിക്ക് എല്ലാം മനസ്സിലായെന്ന് തോന്നണേ. ഇനി ഞാനിവിടെ എന്നാ ശരിയാവില്ല. എനിക്ക് പോണം. ഞാനും വരാം. നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം. എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. എവിടെ ചെന്നാലും ഒരു ജോലി കിട്ടാണ്ടിരിക്കില്ല. ചന്ദ്രു എന്തായി പറയണേ? എവിടെ പോവാൻ? അപ്പോ നമ്മൾ ഇനി എങ്ങനെ കാണും? കാണേ? എന്തിന്? എനിക്ക് കാണാണ്ടിരിക്കാൻ വയ്യ. നീ എന്നെ വിട്ടു പോകരുത്. നിങ്ങൾ എന്തായി പറയണേ? കുറച്ചു ദിവസങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞപ്പോ ഏതൊരു പെണ്ണിനും തോന്നാവുന്ന കാര്യങ്ങള് എനിക്കും തോന്നി. അത്രേ ഉള്ളൂ. നിങ്ങൾ ഞാനും അത് ആസ്വദിച്ചു, സ്വാഭാവികം. പക്ഷേ അതിന് വേറെ അർത്ഥങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കരുത്. അല്ലെങ്കിൽ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. എനിക്ക് പറ്റിയ ഒരാളാവാൻ വേണ്ട എന്ത് യോഗ്യതയാ നിങ്ങൾക്കുള്ളത്? നാട്ടുംപുറവും കുന്നും മരങ്ങളും അല്ലാതെ ഇതിനപ്പുറത്തൊരു ലോകം ചന്ദ്രു കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ലോകത്തെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ നിനക്കാവോ? എന്റെ അവധിക്കാലം തീർക്കാൻ ഒരു സുഹൃത്ത്, അത്രയും ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിച്ചുള്ളൂ. അതിന് മറ്റൊരർത്ഥം കൊടുത്തത് എന്റെ തെറ്റല്ല. നോക്കൂ, ഞാൻ പറഞ്ഞത് ചന്ദ്രുവിന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ബാക്കിയുണ്ടെങ്കിൽ അത് ഇവിടെ ഉപേക്ഷിക്കണം. ഓക്കെ, ബൈ. തങ്കപ്പൻ ചേട്ടനോ? ഞാൻ പൂ അങ്ങോട്ട് കൊണ്ടുവരായിരുന്നല്ലോ. സ്പെഷ്യൽ അല്ലേ? ഇവിടെ വന്ന് വാങ്ങിയല്ലേ ഞാൻ. അതിന്റെ ഒരു മര്യാദ. കേശവൻ എവിടെ? പുറത്തു പോയിരിക്ക. ചേട്ടൻ ഇരിക്കെ, ഞാൻ പൂ എടുത്തോണ്ടിരാം. അയ്യോ,
എന്തിനു ചന്ദ്രു ഈ അറിയാത്ത പണിക്കൊക്കെ നിക്കണേ? ഈ പണിയൊക്കെ ഞാൻ ചെയ്തോളൂലേ? പഠിച്ചാ പിന്നെ എനിക്ക് ചെയ്യാലോ. തൽക്കാലം ഇതൊന്നും ചെയ്യണ്ട. ഇത് ചെയ്യേണ്ടി വരുമ്പോ ഞാൻ ചന്ദ്രനോട് പറയാം. എന്തൊരു വേർപ്പാണെന്ന് നോക്കിയേ. ഒന്ന് തുടച്ചു ചന്ദ്രു.
ആരാ? ആരത്? ആരെന്ന് ചോദിച്ചേ? ആ, ചന്ദ്രയായിരുന്നോ? അയ്യോ, ഞാനാന്നേ. ഞാൻ വിചാരിച്ചു വേറെ ആരെങ്കിലും ആയിരിക്കുന്നു. ഞാൻ ആകെ ഭയന്നു പോയി. ഓ പിന്നെ ഈ ഒറ്റപ്പാറ തെരുവില് സകല ചട്ടമ്പികളെയും കണ്ടു കിടക്കുന്ന പെണ്ണ് പേടിയാണെന്നോ? കളിയാക്കൊന്നും വേണ്ട കേട്ടോ. എന്നാൽ അടിയൻ ക്ഷമ ചോദിക്കുന്നു, നൽകിയാലും. കളി കൂടുന്നുണ്ട്. ഞാൻ ചന്ദ്രനെ ഒന്ന് കാണാനിരിക്കായിരുന്നു. എന്തിനാ? അന്ന് ശരിക്കും ആ ദുഷ്ടനെ അടിച്ചോ? എവിടുന്ന്? അയാൾ കുറെ തല്ലി, ഞാനെല്ലാം തടഞ്ഞു. പിന്നെ ആശാനല്ലെന്ന് കരുതി ഞാൻ തിരിച്ചൊന്നും ചെയ്തില്ല. വെറുതെ ചന്ദ്രൻ നുണ പറയണല്ലേ? നോണയൊന്നുമല്ല, എനിക്കൊന്നും പറ്റിയില്ല. വെറുതെ നാട്ടുകാർ ഓരോന്ന് പറയാ. ഈ ചന്ദ്രൻ എല്ലാം കളിതമാശയാ. എന്തായാലും ഇങ്ങനെ സംഭവം ഉണ്ടായത് നന്നായി. അതെന്താ? അതുകൊണ്ടല്ലേ ചന്ദ്ര ഇവിടെ താമസാക്കിയത്. ആര് പറഞ്ഞു? ഒരു ജോലി കിട്ടിയാൽ ഞാൻ അപ്പ പോവും. ഹെവി ലൈസൻസിന് അപേക്ഷിച്ചിട്ടുണ്ട്. അത് കിട്ടുന്നവരെ എന്തായാലും ഞാനിവിടെ ഉണ്ടാവും. വേറെ ജോലി കിട്ടിയാ ഞാനങ്ങ് പോവും പെണ്ണെ. ചന്ദ്രു, എന്താ ചന്ദ്രു? കൈ മുറിഞ്ഞു. ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണമെന്നാ ചന്ദ്രുവിന് അറിഞ്ഞൂടെ? ചന്ദ്രു, അന്ന് പറഞ്ഞ കാര്യം എന്തായി? എന്ത്? മറന്നോ? സൈക്കിൾ പഠിപ്പിക്കാന്ന് പറഞ്ഞതേ. ഞാൻ റെഡി. ഇപ്പോഴോ? തുടങ്ങിക്കോ. പക്ഷെ ഗുരുദക്ഷിണ വേണം. എന്ത് വേണം? ഗുരുദക്ഷിണ ഗുരു ചോദിച്ചല്ലല്ലോ മേടിക്കേണ്ടത്, ശിഷ്യ മനസ്സറിഞ്ഞു തരണം. സമ്മതിച്ചു. എന്ത് തരും? അതൊക്കെ തരും. വാങ്ങാൻ റെഡി ആയിരുന്നോ? എന്നാ കേറിക്കോ. കേറിക്കോ. ഹാൻഡിൽ നേരെ പിടിക്കണം. ഇങ്ങനെ നേരെ പിടിക്ക്. പതുക്കെ പതുക്കെ പതുക്കെ. ഇങ്ങനെ.
എന്തെങ്കിലും പറ്റിയോ? നല്ല വേദന. എവിടെ? ഇവിടെ. ഇവിടെയാ? ഇവിടെ 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 ഇവിടെ. ഓ, നല്ല മുറിവുണ്ടല്ലോ. നീ ഇവിടെ ഇരിക്ക, ഞാൻ ഇപ്പൊ വരാം. സുഗന്ധി, എങ്ങനെയുണ്ട് സുഗന്ധി കച്ചവടമൊക്കെ? അതെന്താ ഇത്രയും നാളില്ലാത്തൊരു ചോദ്യം ഇപ്പൊ? അല്ല, ഇപ്പൊ സഹായിക്കാൻ ആളുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. എപ്പോഴും ഒറ്റയ്ക്ക് ചെയ്താ എന്താ ഒരു സുഖം? ഒരാള് സഹായത്തിനുണ്ടെങ്കിൽ അതല്ലേ നല്ലത്? അല്ല, ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. ഇനി നമ്മൾ എന്ത് സൂക്ഷിക്കാനാ? ഞാൻ സുഗന്ധിയുടെ കാര്യമല്ല പറഞ്ഞു, ആ പിള്ളേരെ ഒന്ന് ശ്രദ്ധിക്കണം. സുഗന്ധിയുടെ കാര്യം അവൾ എന്ത് ചെയ്തെന്നാ? ഏത് നേരം നോക്കിയാലും ആ ചെക്കന്റെ കൂടെ കറങ്ങി നടപ്പല്ലേ. ചേട്ടാ, അനാവശ്യം പറയരുത്. നിങ്ങളുടെ വീട്ടിലൊരു പെങ്കൊച്ചുണ്ട്. അതെ, അത് അറിഞ്ഞോണ്ടാ ഞാൻ പറയണേ. സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അങ്ങനെയൊന്നുമല്ല. ചന്ദ്രു, പതുക്കെ. ചന്ദ്രു, എന്താ? കടയിലേക്ക് ചെല്ല്. രാഗി, എന്താ ചേച്ചി? ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു? വെറുതെ അടുത്തേക്ക് ഒന്ന് കറങ്ങി. നേരം വൈകിയത് കണ്ടില്ലേ? ചന്ദ്രു ഉണ്ടായിരുന്നല്ലോ എന്റെ കൂടെ. രാഗി, പ്രായപൂർത്തിയായ ഒരു പെണ്ണല്ലേ നീ? അതിനെന്താ? ഒരു അന്യ ചെറുപ്പക്കാരന്റെ കൂടെ. ചന്ദ്രു അന്യനായി എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നിന്നെ മുറച്ചെറുക്കനാ? ചേച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ ചന്ദ്രന്റെ കൂടെ കറങ്ങി നടക്കരുത്, അത്രല്ലേ ഉള്ളൂ. ദാ നിർത്തി. ഇനി ഒന്ന് മിണ്ടാൻ പോലും ഞാൻ പോണില്ല. പോരെ? മോളെ, അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ. പഠിക്കുന്ന കുട്ടിയല്ലേ നീ? പഠിക്കാൻ ഒരുപാടുള്ളപ്പോ പഠിത്തം പഠിത്തം പഠിത്തം. ഈ ടെൻഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ. അവധി കിട്ടുമ്പോ ഞാൻ അവിടെ നിങ്ങോട്ട് ഓടനെ. ഇനിയും ചേച്ചിയും തുടങ്ങിക്കോ. മതി, ഞാനൊന്നും പറയണില്ല. ഇനി നിന്റെ ഇഷ്ടം പോലെ. കരയല്ലേ, ഇപ്പൊ കലക്കി തരാം കേട്ടാ. എടി കനകമ്മേ, നീ എന്തിനാടി അവിടത്തെ പെണ്ണിനെ പറ്റി അനാവശ്യം പറയാൻ പോണേ? ആര് പറഞ്ഞു അനാവശ്യമാന്ന്? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടല്ലേ. എന്ത് കണ്ടുതാ നീ പറയണേ? കാണാൻ ഇനിയൊന്നുമില്ല ബാക്കി, എല്ലാം കണ്ടു ഞാൻ. അവളും അവനും കല്യാണം കഴിക്കാത്തവരല്ലേ, ഒരു തെറ്റ് പറ്റി കാണും. നീ ചെവി. അതെ, അയൽവക്കത്ത് ആൾക്കാർ താമസിക്കണമെന്ന് ആ ഓർമ്മയെങ്കിലും വേണം എന്തെങ്കിലും ചെയ്യുമ്പോ. ഓരോന്ന് ചെയ്യുമ്പോ, എന്നിട്ട് ഓരോന്ന് ചെയ്യുമ്പോ ഈ അയൽക്കാരെ നീ നോക്കാറില്ലല്ലേ? എന്തിന്? നിന്റെ ഭർത്താവായ ഞാൻ ഇതിൽ നടക്കുമ്പോഴല്ലേ നീ ഇവിടെ കിടന്ന് മേയണത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിങ്ങളുടെ കൺമുമ്പിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാനൊന്നും കാണുന്നില്ല കേൾക്കണില്ല എന്നാ നിന്റെ വിചാരം. എന്നാ കേട്ടോ, ഞാനെല്ലാം കാണുന്നുണ്ടായിരുന്നു, കേൾക്കണുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അതൊന്ന് തീർന്നോട്ടെ എന്ന് കരുതി ഞാൻ ക്ഷമിച്ചതാ. ആണത്തോ ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിച്ചൊന്നിരിക്കും. കുടുംബത്തെ സമാധാനം ഉണ്ടാവട്ടെ എന്ന് കരുതി ആണുങ്ങൾ കണ്ണടയ്ക്കുമ്പോ പെണ്ണുങ്ങൾ അതൊരു തരമാക്കും. അതാണ് നിനക്ക് സംഭവിച്ചത്. ഇനി ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ എന്തോ ചെയ്യും? നിനക്ക് കാണണോ?
നിങ്ങളത് തല്ലിയല്ലേ? എടീ കാടികളൊക്കെ കാളക്കൊട്ട് കൊടുക്കടി. എടി കാളയ്ക്ക് കൊടുക്കടി. വേണ്ട വേണ്ടെന്ന് വിചാരിക്കുമ്പോ തലയിൽ കുട്ടിയും കോലും കളിക്കണം. നല്ലവണ്ണം കലക്കി കൊടുക്കണേ. ചീറ്റല്. എന്ത് വേണം? ഇവിടെ ആരുമില്ല. എനിക്ക് വേറെ ആരെയും വേണ്ട, നിന്നെയാ വേണ്ട. ഞാൻ ഒച്ച വെക്കും. ആരും അറിയില്ല. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. അടുത്ത് വരരുതെന്നാ പറഞ്ഞേ. അടുത്ത് വരണ്ട. നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? നിങ്ങൾ എന്തിനാ ഇവിടെ വന്നേ? ഇയാള് നിന്നെ നശിപ്പിച്ചോട്ടെ, പക്ഷേ നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തണ്ട. നീ എന്താ ഇങ്ങനെ പറയുന്നേ? ഇയാളെ എന്നെ വിട്ടാ പറ്റില്ല. അയാളെ വിടാൻ. അയാളെ വിടാനാ പറഞ്ഞത്. അയാളെ വിടാനല്ലേ പറഞ്ഞത്? എന്നെ രക്ഷിക്കാൻ നിങ്ങൾ ആരാ? എന്റെ ഭർത്താവോ അതോ കാമുകനോ? ഞാൻ ചോദിച്ചില്ലല്ലോ നിങ്ങളുടെ ഒരു സഹായം. ഇഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും. എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ ചെയ്യും. മേലാൽ എന്റെ കാര്യങ്ങൾ ഇടപെടരുത്. അനിതേ, ഞാൻ പറയുന്നത് കേൾക്കൂ. വേണ്ട. നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി ഒരുപാട് നടന്നിട്ടില്ലേ ഞാൻ? ഒരിക്കലും പോലും ചന്ദ്രു എന്നെ സ്നേഹിച്ചിട്ടില്ല. പട്ടണത്തിൽ നിന്ന് വന്ന പരിഷ്കാരി പെണ്ണിന്റെ പത്രാസ് കണ്ട് നിങ്ങൾ മയങ്ങി. ഇപ്പോ ആർക്കും വേണ്ടാതായപ്പോ വന്നിരിക്കണോ? നിങ്ങളുടെ മുഖം കാണുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ല. അത്രയ്ക്ക് വെറുപ്പാണ് എനിക്ക്. പോകാന്നോ? നിങ്ങളുടെ ഏതാവശ്യവും ഞാൻ സമ്മതിക്കാം, പൂർണ്ണ മനസ്സോടെ. പക്ഷെ നിങ്ങൾ എനിക്ക് ഒരു വാക്ക് തരണം. നാളെ ആ ചായക്കട അവിടെ ഉണ്ടാവരുത്. ചന്ദ്രു ഒരിക്കലും ഈ ലോറിത്തെരുവിൽ ഉണ്ടാവാൻ ഇടയാവരുത്. ഉറപ്പ്? ഉറപ്പ്. ഈ ലാറി തെരുവിൽ ഇങ്ങനെ വ്യഭിചാരശാല വേണ്ടടി.
നിനക്കറിയാമോ ഇവിടെ മര്യാദയ്ക്ക് എന്റെ വണ്ടിയുടെ കാര്യവും നോക്കി നടന്ന പയ്യനെ ഇവിടെ കയ്യും കാലും കാണിച്ച് മയക്കി എടുത്തു. എട്ടും പൊട്ടും തിരിയാത്ത ആ പയ്യൻ ഇവിടെ കണ്ടങ്ങ് മയങ്ങിപ്പോയി. ഇത് ഞാൻ സമ്മതിക്കില്ല. എവിടെയവൻ? ഒളിപ്പിച്ച് വെക്കാണ്ട് ഇറക്കി വഴിയവനെ. എത്താൻ വന്ന പോത്തിനെ പോലെ വന്നവള് അടികൊണ്ട പോലെ നിൽക്കണത് കണ്ടോ? ഇവളവനെ വിടില്ല. വിട്ടാ അവൾക്ക് കാര്യങ്ങൾ മുടങ്ങില്ലേ? നിങ്ങളാരും ചോരയും നീരുമുള്ള നിങ്ങളുടെ മക്കളെ ഇതുവഴി വിടരുത്. ഇവള് യക്ഷിയ, ചോര ഊറ്റി കുടിക്കും. കേരള ഞാൻ പോകാൻ തീരുമാനിച്ചു. ഞാനിവിടെ വന്നിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി ഞാനിവിടെ തങ്ങാൻ പാടില്ല. എന്നെ പോകാൻ അനുവദിക്കണം. ശരിയാണ്, ഞാനും അത് പറയാൻ തുടങ്ങിയായിരുന്നു. ചന്ദ്ര പോയിക്കോളൂ, എങ്കിലേ ഈ നാട്ടുകാർക്ക് തൃപ്തിയാവും. ചന്ദ്രൻ അറിയുവോ, ഈ നാട്ടിലെ ഏതൊരു ചെറുപ്പക്കാരനും കാമത്തിന്റെ കണ്ണിലൂടെ എന്നെ കണ്ടിട്ടുള്ളൂ. അന്ന് മുതലേ എനിക്ക് വെറുപ്പാ ഈ ആൺവർഗത്തിനോട്. പിന്നീട് എപ്പോഴെങ്കിലും ഒരാളെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ചന്ദ്ര ഇവിടെ വന്നതിന് ശേഷം എപ്പോഴെങ്കിലും ചന്ദ്ര അത് മനസ്സിലാക്കുമെന്ന് കരുതി. സാരമില്ല, ചന്ദ്രനെ ഞാൻ തടയുന്നില്ല. ദേശീയ എന്ന് നാട്ടുകാർ മുദ്രകുത്തി. ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അറിയാവുന്ന ഒരാൾ മാത്രമേ ഈ ലോകത്തുള്ളൂ. അത് ചന്ദ്രുവാണ്. ചന്ദ്രു പോകുന്നതിന് മുമ്പ് മറ്റൊരു കഥ കൂടി നാട്ടുകാർക്ക് കിട്ടുന്നു. പറയാൻ, പറഞ്ഞു രസിക്കാൻ.
ചന്ദ്രു, ഞാനൊരു കാര്യം ചോദിച്ചാ, ഇത്രയും നാളത്തെ ഇവിടുത്തെ ജീവിതത്തിനിടയ്ക്ക് ചന്ദ്രന് എപ്പോഴെങ്കിലും എന്നോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. ആ ഇഷ്ടം എങ്ങനത്തെ ആയിരുന്നു എന്ന് പറയാമോ? ഒരു കൂട്ടുകാരിയുടെ, ഒരു കാമുകിയുടെ, അതോ ചന്ദ്രു, ഈ ലോകത്തിന്റെ കണ്ണിൽ നമ്മുടെ സ്നേഹം ആരും അംഗീകരിക്കാത്ത ഒരു തെറ്റായിരിക്കും. പക്ഷേ ഇവിടെ തോറ്റു കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല.